ഹലോ ഫ്രണ്ട്സ്, അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം യു ഓൾ ടു മൈ ചാനൽ അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മറ്റൊരു ചെറിയ വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ധൃതിയിൽ കോളേജിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അതായത് ഡബിൾ ഹോഴ്സിൻ്റെ റോസ്റ്റഡ് റവ ഇവിടെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിൽ വന്നിട്ട് കുറച്ച് ഉള്ളി, പച്ചമുളക്, കരിവേപ്പില, പിന്നെ ഉഴുന്ന് പരിപ്പ്, അങ്ങനെ വേറെ ഇതൊന്നും ഇടാറില്ല. അപ്പം വെള്ളം വേറൊരു പാത്രത്തിൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതിലോട്ട് ഈ തിളച്ച വെള്ളം വന്നിട്ട് ഈ വരട്ടിയ റവയിലോട്ട് ഒഴിച്ച് ഒരു 1-2 മിനിറ്റ് മൂടി വെച്ചിട്ട് ആവി കയറ്റിയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ജോലിയും പെട്ടെന്ന് തീരും. പിന്നെ ഉച്ചത്തെ ഫുഡൊക്കെ ക്യാൻറ്റീനിൽ തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ ഇന്നും വിനായക ചതുർത്ഥിയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ ഇന്നലെയായിരുന്നു വിനായക ചതുർത്ഥി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ റോഡിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ക്ഷേത്രങ്ങളുടെ മുമ്പിലൊക്കെ വിനായകരുടെ വിഗ്രഹമൊക്കെ വെച്ചിട്ട് പൂജിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളുടെ പൂച്ച പതിവ് പോലെ മതിലിൻ്റെ പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. മീൻകാരി വരാനായിട്ട് കുറച്ച് സമയമായി, താമസിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇന്ന് അത് സാധാരണ വലിയ ക്ഷമയിലായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇന്ന് അവൾക്കത് അത്ര ക്ഷമയില്ല. കുറച്ചൊക്കെ ക്ഷമകേട് കാണിക്കാൻ തുടങ്ങി. കുറേ നേരമായിട്ട് ആളവിടെ ഇരിക്കുക. അപ്പം അയലത്തെ വീട്ടിലൊക്കെ മീൻ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അതും പ്രതീക്ഷയോടെ ഇങ്ങനെ വായിൽ വെള്ളം ഇറക്കിയിട്ട് നോക്കി ഇങ്ങനെ നിന്നപ്പോഴേക്കും പുള്ളിക്കാരിക്ക് കുറച്ച് നേരമായി. അപ്പോൾ ബോറടിക്കാൻ തുടങ്ങി. ഇപ്പം ഇനി അടുത്ത പരിപാടി എന്താണെന്ന് പറഞ്ഞിട്ട് ആലോചിച്ച് ആൾ വലിയ തമാശക്കാരിയാണ്. ഇങ്ങനെ കുറച്ച് നേരം കാഴ്ചകളൊക്കെ ആളുകൾ പോകുന്നതും പലതും ഇങ്ങനെ നോക്കി ഇരിക്കും. ശരി, അപ്പോൾ ബോറടിച്ചു എന്ന് പറഞ്ഞ് താഴോട്ട് ഇറങ്ങി ചാടി. പിന്നെ നമ്മുടെ ഒരു റാമ്പ് വാക്ക് പോലെ എപ്പോഴും അങ്ങനെയാണ്, ചാടി മതിലിൻ്റെ പുറത്ത് കൂടെ ഒരു റാമ്പ് വാക്ക് നമ്മുടെ ഐശ്വര്യ റായൊക്കെ നടക്കുന്ന പോലെ ഇപ്പോൾ ഇതാ ഒരു പോക്കങ്ങ് നേരെ പോയി ചുറ്റിലുമൊക്കെ ഇങ്ങനെ നടന്ന് നല്ല ഇത് ഒന്ന് അവർ വരുന്ന നേരത്തായ ഇടനേരം കുറച്ചൊന്ന് ചിലവാക്കാനായിട്ട് ഇനി അങ്ങോട്ട് എടുത്ത് ചാടി നോക്കും ഇങ്ങനെ. അതിനിടയ്ക്ക് അവർ വരുന്നുണ്ടോ. അവർ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ മീൻകാരികളൊക്കെ സ്കൂട്ടറിലാണ് പാതി പേരും സ്ത്രീകളും വന്നിട്ട് അവർക്ക് ലൈസൻസ് ഇല്ലെങ്കിലും സ്കൂട്ടർ ഓട്ടിയിട്ട് സ്കൂട്ടറിലാണ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നത്. മിക്കവാറും എല്ലാം തന്നെ വീട്ടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വിൽക്കാറുണ്ട്. ഇപ്പം പച്ചക്കറികളൊക്കെ അവരുടെ തന്നെ വണ്ടിയിൽ, ഒരു കുട്ടിയാന പോലെ വണ്ടിയിലൊക്കെയാണ് പച്ചക്കറികൾ, പിന്നെ ഈ ബെഡ്, മെത്ത, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വിൽപ്പന അങ്ങനെ കൂടുതൽ. അപ്പോൾ ഇവൾക്ക് അവിടെ പോയിട്ട് എന്തോ തേടിയിട്ട് തിരിച്ച് പിന്നെയും പഴയ സ്ഥലത്ത് തന്നെ പോയി ഇരിക്കാനുള്ള പരിപാടിയാണ്. ഇനിയിപ്പോൾ ഇവിടെ കയറി ഇതിൻ്റെ നേരെ എതിരെയുള്ള വീട്ടിലാണ് മീൻകാരി വരുന്നത്, നോക്കി വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ക്ഷമയായിട്ട് ഇനിയിപ്പം അവർ വരുന്ന സമയമായി വരുന്നു. അപ്പോൾ നോക്കിയിരിക്കുക. അപ്പോഴേക്കും എനിക്ക് കാലത്ത് ഇറങ്ങാനുള്ള സമയമായി. അപ്പം ഇനി പോയിട്ട് വൈകുന്നേരത്താണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വഴിയിൽ ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കണ്ടാലറിയാതെ ഇവിടെ റോഡിൽ നടുവിലാണ് ഈ വിനായകരുടെ വലിയ വിഗ്രഹമാണ്. അപ്പോൾ അതൊക്കെ അലങ്കരിച്ച് നല്ല ഭംഗിയായിട്ട് വെച്ച്, പിന്നെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ വിനായകരുടെ വിഗ്രഹം വെച്ച് പൂജിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് സാധാരണ ഞായറാഴ്ചയാണ് അത് കൊണ്ട് കടലിൽ ഇവിടെ ഒഴുക്കാറുള്ളത്. അപ്പം ഞായറാഴ്ച വന്നിട്ട് ഭയങ്കര ട്രാഫിക് ബ്ലോക്കായിരിക്കും. അപ്പം ഞാൻ കോളേജിലോട്ടുള്ള വഴിയിലാണ്. വിശേഷങ്ങളുമായിട്ട് നാളെ വേറൊരു വീഡിയോയിൽ നിങ്ങളെല്ലാവരെയും കാണാം. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ വളരെ നന്ദി. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.